എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു രാത്രി ഉറങ്ങാൻ പറ്റാണ്ടാവുകയോ ഉറക്കം കുറഞ്ഞു പോവുകയൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ ആകെ വലഞ്ഞു പോവാറുണ്ടല്ലേ. അപ്പൊ പിന്നെ സ്ഥിരമായി ഉറക്കം കിട്ടാതാവുകയോ തീരെ ഉറങ്ങുകയോ ചെയ്യാത്ത ആളുകളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതേ അവസ്ഥയാണ് കട്ടിൽ കാണുമ്പോൾ തന്നെ ഉറങ്ങാൻ പറ്റുന്നവരും, കുംഭകർണനെന്നും ഏതു നേരം ഉറങ്ങുന്നവരും എന്നൊക്കെ നമ്മൾ ലാഘവത്തോടു കൂടിയും തമാശയോടുകൂടിയും ഒക്കെ ഇവരെ കളിയാക്കാറുണ്ട്. എന്നാൽ ഇത് രണ്ടും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇൻസോംനിയ, ഹൈപ്പർസോംനിയ. ഉറക്കം എന്നത് നമ്മുടെ ആരോഗ്യത്തിന്റെ മിററിംഗ് ആണ്. ആരോഗ്യപരമായി ഉറങ്ങാൻ കഴിയുന്നു എന്നുള്ളത് ആരോഗ്യമുള്ള ജീവിതത്തിന്റെ ഏറ്റവും വലിയ സിമ്പലാണ്. നിർഭാഗ്യവശാൽ 60% പോപ്പുലേഷൻ ഒന്നുകിൽ ഉറക്കമില്ലായ്മ കാരണമോ ഉറക്ക കൂടുതൽ കാരണമോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. ഡിപ്രഷൻ, ആൻസൈറ്റി ഡിസോർഡേഴ്സ്, ഫോബിയാസ് തുടങ്ങിയ പല ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളുടെയും മൂല കാരണമായി നമുക്ക് ഉറക്കത്തിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള വേരിയേഷൻസിനെ കണക്കാക്കാം. ഉറക്കത്തിന്റെ സ്റ്റെബിലിറ്റിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതിൽ വലിയൊരു ഘടകമാണ് സ്ട്രെസ്. മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. ഇതൊരു സൈക്കിൾ പാറ്റേൺ ആണ്. എന്തെങ്കിലും ഒരു കാരണത്താൽ ഉറക്കം കിട്ടാതാവുകയോ ഉറക്കം കൂടിപ്പോവുകയോ ചെയ്യുന്നത് നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ പ്രശ്നമുണ്ടാക്കും. ഇത് നമ്മുടെ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ഹെൽത്തിനെ ബാധിക്കും. അങ്ങനെ വീണ്ടും സ്ട്രെസ് ക്രിയേറ്റഡ് ആയി സ്ലീപ്പ് ഡിസ്റ്റർബൻസസിൽ റിസൾട്ട് ചെയ്യുന്നു. ചിട്ടയായ ഭക്ഷണക്രമം, വ്യായാമം, ആരോഗ്യമുള്ള ജീവിതശൈലി എന്നിവ കൊണ്ട് ഇതിനെ മറികടക്കാമെങ്കിലും വൈദ്യസഹായം ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഹൈപ്പർസോംനിയ, ഇൻസോംനിയ എന്നീ കണ്ടീഷൻസ് ഉണ്ടാക്കുന്ന ഗുരുതരാവസ്ഥ പലരും ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നതാണ് സങ്കടകരമായ വസ്തുത.